നാളെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കിനെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ച് KSRTC. ഡ്യൂട്ടിക്ക് എത്താത്തവരുടെ ശമ്പളം റദ്ദാക്കും. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും KSRTC CMDയുടെ ഉത്തരവിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ദേശീയ പണിമുടക്കിനെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് KSRTC. ഉത്തരവിൽ എന്തൊക്കെയാണ് പറയുന്നത്? ദേശീയ പണിമുടക്ക് നടക്കുകയാണ്. ദേശീയ പണിമുടക്ക് നടക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്ക് എത്തിയില്ലെങ്കിൽ ശമ്പളം പോകുമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ദേശീയ പണിമുടക്കിനെ നേരിടാൻ KSRTC ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഈ ഡ്യൂട്ടിക്ക് എത്താത്തവരുടെ ശമ്പളം റദ്ദാക്കും. ഒപ്പം തന്നെ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും KSRTC CMDയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. നാളെ നടക്കുന്ന പണിമുടക്ക് KSRTCയെ ബാധിക്കില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ട്രേഡ് യൂണിയനും നോട്ടീസ് നൽകിയിട്ടില്ലെന്നും നേരത്തെ തന്നെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടി വന്നിട്ടുള്ളത്. 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ മേഖലാ അസോസിയേഷനുകളും ഫെഡറേഷനുകളും ഉൾപ്പെടെ സംയുക്ത വേദിയാണ് നാളെ ദേശീയ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ 25 കോടിയിലധികം പേർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് തൊഴിലാളി സംഘടനകളും അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ KSRTC കൂടി കടന്നിട്ടുള്ളത്. ഈ ഒരു സമരം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പണിമുടക്ക് സംസ്ഥാനത്ത് നടക്കുന്നത് അത് വലിയ രീതിയിൽ സംസ്ഥാനത്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് BJP അടക്കം നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ സ്പോൺസേഡ് അപ്രഖ്യാപിത ബന്ദ് നടത്താനാണ് ഇടത് തൊഴിലാളി സംഘടനകൾ ശ്രമിക്കുന്നതെന്നൊരു വിമർശനം കൂടി ഘട്ടത്തിൽ MT രമേശ് ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു ദിവസം ഹർത്താൽ നടത്തിയാൽ 600 മുതൽ 1000 കോടിയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഒപ്പം കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നഷ്ടം താങ്ങാനാവുന്നതല്ല. സർക്കാർ തന്നെ ഇതിന് മുതിരുന്നത് ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് എന്ന് വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ KSRTCയിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള CMDയുടെ ഉത്തരവ് പുറത്തു വരുന്നത്. പക്ഷേ KSRTCയിലെ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്തായാലും ജോലിക്ക് എത്തുന്നവർക്ക് ശമ്പളം ലഭിക്കും, ജോലിക്ക് എത്താത്തവർക്ക് ശമ്പളം പോകും എന്നുള്ള പ്രഖ്യാപനമാണ് ഡയസ്നോണിലൂടെ KSRTC ഈ മണിക്കൂറിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.